ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്പിളി വന്നിരിക്കുകയാണ്. ഈ സമയം ഇവിടെ ഇങ്ങനെ അമ്പിളി ചോദിക്കുന്നുണ്ട്, അല്ല സരോജിനി ആൻറ്റി, നിങ്ങളല്ലേ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വിളിച്ചു പറഞ്ഞത്, എന്നിട്ടിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ. അമ്പിളി, അതിന് മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് എന്നും വരുന്ന ആ അലർജിയുടെ ചുമ, അവരുടെ മരുന്ന് കൊടുത്തു, അത് മാറി, അതെന്താ അത്ര വലിയ കുറ്റമായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രഘു പറയാണ്, അവിടെ ആ വിനയം വന്ന് ഞങ്ങളുടെ മക്കളെ കൊണ്ടുപോയെന്നും അതുപോലെ ഈ വിനയൻ്റെ മക്കളെ ഇവിടെ നിർത്തിയെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്ന് എന്തൊക്കെയോ ഒരു വൃത്തികെട്ട രീതിയിൽ അവന് സംസാരിച്ചു എന്ന് പറയുമ്പോൾ, എന്താ രഘു നീ പറയുന്നത്? ഇത് പറഞ്ഞിട്ടും അപ്പം അമ്പിളി പറയണേ, എല്ലാവരെയും നോക്കി വളർത്തിയത് ഞാനാണല്ലോ. ഈ ചീരുവിനെയും ഈ പറയുന്ന ആ 2 കുട്ടികളെയും നോക്കിയത് ഞാനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഞാനാണ്, എല്ലാവരുടെയും വായിൽ നിന്ന് കേൾക്കാൻ തന്നെ ഞാൻ ബാധ്യസ്ഥ. അത് കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും. ഇപ്പോൾ എന്നോട് അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ എല്ലാവർക്കും പണിയെടുത്ത് ലാസ്റ്റ് കൂലി കിട്ടുന്നത് എനിക്കെന്ത് എന്നൊക്കെ അമ്പിളിങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ ഉടൻ തന്നെ സരോജിനി പറയണേ, അത് ശരിയാണ്, വിനയൻ അത്രയും വലിയ നാക്കൊന്നും പൊന്താരായിട്ടില്ല. വിനയൻ തൻ്റെ മക്കളെയും ഭാര്യയും വേണ്ടെന്ന് വെച്ച് നടന്നവനാണ് വിനയൻ. ഇപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കാൻ വിനയൻ ആരധികാരം കൊടുത്തു? എന്തായാലും രഘു, നിനക്കത് ചോദ്യം ചെയ്യായിരുന്നില്ലേ? എൻ്റെ ആൻറ്റി, അവന് പെട്ടെന്നല്ല ആ പൊട്ടിത്തെറിയിൽ അവനങ്ങനെ അങ്ങ് പറഞ്ഞു, പിന്നീട് അവന് മാപ്പ് പറഞ്ഞു. പക്ഷെ അമ്പിളിക്ക് ആ മാപ്പൊന്നും വില പോകുന്നില്ല, അമ്പിളിയുടെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. അത് കേൾക്കുന്ന അമ്പിളി പറയുന്നത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, എനിക്കൊരിക്കലും അത് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുകളയാൻ പറ്റില്ല. അതെൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. അത് ഞാൻ ഉള്ളതുപോലെ തന്നെ ആരുടെ മുഖത്തടിച്ച് പറയാനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് അമ്പിളി ഇങ്ങനെ പൊട്ടിത്തെറിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം മാഷിനെയാണ് കാണിക്കുന്നത്. മാഷ് തൻ്റെ മകളെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോയിരിക്കുകയാണ്. മഞ്ചാടി പേലി ചാടാൻ പോകുന്ന മകളെയാണ് മാഷ് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ അനുപമയും കൂടെയുണ്ട്. അങ്ങനെ അവർ അമ്പലമൊക്കെ ഇങ്ങനെ പ്രദർശനം ചെയ്ത് അവരുടെ പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം മാഷ് പറയുന്നു, ഇന്നെൻ്റെ മോളുടെ 20ാം പിറന്നാൾ, ഇന്ന് അച്ഛൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് അമ്പലത്തിൽ വന്ന് നിനക്ക് വേണ്ട വഴിപാടുകളെല്ലാം ചെയ്തത്. ആ അച്ഛ, ഇന്നലെ രാത്രി എൻ്റെ അമ്മ എൻ്റെ കൺമുന്നിൽ വന്നിരുന്നു. ഞാൻ അമ്മയെ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സിലുള്ള രൂപം അമ്മ ആ ഒരു ഇതിലാണ് എൻ്റെ അടുത്തോട്ട് വന്നിട്ട്, എന്നിട്ട് എൻ്റെ അമ്മ എന്നോട് അനുഗ്രഹമൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പം, എന്തായാലും മോളെ, നീ ഭാഗ്യം ചെയ്തവളാണ്. നിൻ്റെ അമ്മയെ നീ ഏത് രൂപത്തിലാണ് നീ അമ്മയെ കരുതിയെങ്കിലും ആ അമ്മ നിനക്ക് മുന്നിൽ വന്നെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ഈ മോൾക്ക് എപ്പോഴും ഉണ്ടെന്ന് അതിനർത്ഥം. എന്തായാലും എൻ്റെ പൊന്നു മോളുടെ 20ാം പിറന്നാൾ ഞാൻ നല്ല ആഘോഷത്തോടു കൂടി കഴിക്കണമൊക്കെ തന്നെയാണ് കരുതിയത്. പക്ഷേ നിനക്കൊരു സർപ്രൈസും അന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ ഈ 20ാം പിറന്നാളിൻ്റെ അന്ന് ഞാൻ ആ സർപ്രൈസ് തരണം എന്നാണ് കരുതിയത്. അത് കേൾക്കുന്ന മഞ്ചാടി പറയാം, എന്താ വെച്ചാൽ സർപ്രൈസ് എന്നോടൊന്ന് പറയുമോ? അത് കേൾക്കുന്ന അനുപമ, എന്താടി നീ പറയുന്നത്? സർപ്രൈസ് എന്ന് പറയുന്നത് എന്താ? അത് നീ മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നീ സർപ്രൈസ് എന്താ എന്ന് ചോദിക്കാൻ പാടോ? എന്തൊന്ന് സ്വഭാവമാണ് നിൻ്റെ എന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെ ഈ വാക്കുകളൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ മഞ്ചടി പറയണ, ചേച്ചി അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. എന്താണെങ്കിലും സർപ്രൈസ് തന്നെ ആയിരിക്കട്ടെ എന്ന് മാഷ് പറയുന്നു കേട്ടോ. പിന്നീട് പറയണ, ആ സർപ്രൈസ് എന്തായാലും ഞാൻ പൊട്ടിക്കുന്നുണ്ട്. വിഷുവിൻ്റെ അന്ന് നിൻ്റെ അമ്മയുടെ അനിയത്തിയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു. നിന്റെ മുത്തശ്ശിയൊക്കെ അവരുടെയൊക്കെ മുന്നിലായിക്കോട്ടെ എന്ന് കരുതിയാണ് നിൻ്റെ 20ാം പിറന്നാൾ ഞാൻ ആഘോഷിക്കണമെന്ന് കരുതിയത്. അത് പറയുന്ന മഞ്ചാടി പറയണേ, എന്തായാലും ഞാൻ കോളേജിലോട്ട് പോകാൻ നോക്കട്ടെ. അപ്പോൾ അനുപം പറയണേ, അച്ഛ അവളുടെ പിറന്നാളല്ലേ, വരുമ്പോഴേക്കും എന്തായാലും ഒരു കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവൾക്ക് കൊടുക്കേണ്ടേ? അത് കേൾക്കുന്ന മഞ്ചാടി പറയാം, അതൊന്നും വേണ്ട, ഞാൻ അച്ഛനോട് എൻ്റെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം മാഷ് പറയണേ, എൻ്റെ മോൾക്ക് അവളുടെ ക്ലാസ്സിലെ കുട്ടികളുമായി ഇപ്രാവശ്യം ബർത്ത്ഡേ ആഘോഷിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും അങ്ങ് അനുവദിച്ചു കൊടുത്തു. അതൊക്കെ അച്ഛൻ അനുവാദം തന്നു. അമ്പടി കള്ളി, ഇനി ആൾ കൊള്ളാലോ, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് സാധിച്ചെടുത്തൂലേ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ മഞ്ചാടി പറയണ, സാധിച്ചു എന്ന് പറയാറായിട്ടില്ല, അച്ഛൻ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിരുന്നു, അത് എനിക്ക് സ്പോൺസർ ചെയ്തിട്ടില്ല. ഇന്ന മോളെ, നിനക്ക് 5000 രൂപയുണ്ട്, നീ അടിച്ചു പൊളിച്ചോളൂ എന്നും പറഞ്ഞ് മാഷ് അങ്ങ് കൊടുക്കുന്നു കേട്ടോ. തൻ്റെ മകൾക്ക് വേലി ചാടാനുള്ള ആ പൈസ മാഷ് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നീട് മഞ്ചാടി ചിരിച്ച് പുഞ്ചിരിയോടുകൂടി അവിടെ നിന്ന് അങ്ങ് പോകുന്നു. അതേസമയം പിന്നീട് ജീവരാജിൻ്റെ വീട്ടിൽ ചെന്ന് ഊണ് കഴിക്കുന്ന ആ ഒരു രംഗമാണ് കാണിക്കുന്നത്. അങ്ങനെ മഞ്ചാടിയോട് ജീവരാജിൻ്റെ അച്ഛനും അമ്മയും പറയണ, വലിയ സന്തോഷമായി മഞ്ചാടി, നീ കാരണം ഞങ്ങളുടെ മകൻ
ഇങ്ങനെ ഒരു ജീവിതം തന്നെ കിട്ടിയത്. അവന് പുനർജന്മം കിട്ടിയതുപോലെയാണ് നീ അവനൊരു ജീവിതം കൊടുത്തത്. അതുകൊണ്ട് മഞ്ചാടി നിന്നോട് എന്നും ഞങ്ങൾ കടപ്പെട്ടവർ തന്നെയാണ് എന്നൊക്കെ മഞ്ചാടിയോട് പറയുമ്പോൾ മഞ്ചാടി പറയണേ അങ്ങനെയൊന്നുമില്ല, കടപ്പെട്ട് എന്നുള്ള വാക്കൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ. എന്തായാലും നിൻ്റെ 20ാം പിറന്നാൾ ഈ വീട്ടിൽ ഞങ്ങളെ കൊണ്ട് ആഘോഷിക്കാനും നിനക്ക് നല്ലൊരു സദ്യ ഒരുക്കാനൊക്കെ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെയൊന്നുമില്ല ആൻറ്റി, അതൊന്നും അത്ര സന്തോഷത്തിൽ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാവാം, ഇപ്പം ഇത്ര മതി, എനിക്ക് പെട്ടെന്ന് പോകണം. അപ്പോഴേക്കും ജീവരാജ് പറയുന്നത് ശരിയാണ്, കോളേജിലോട്ട് പോകേണ്ട മഞ്ചാടി. എനിക്ക് കോളേജിലോട്ട് പോകണം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് കോളേജിലോട്ട് പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ പുറത്തു നിന്നും ജീവരാജിൻ്റെ അമ്മ പറയണേ, മഞ്ചാടിയെ പോലെ ഒരു പെൺകുട്ടിയെ നമുക്ക് വധുവായി കിട്ടാൻ വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, എൻ്റെ മകന് ആ ഒരു പെണ്ണാണ് വേണ്ടത്. അത് കേൾക്കുന്ന ജീവരാജിൻ്റെ അച്ഛൻ പറയണേ, നീ മോഹിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഒരിക്കലും മോഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ അച്ഛൻ്റെ വേദന നീ അറിയണം. മഞ്ചാടിയുടെ അച്ഛൻ, നമ്മുടെ മകൻ, അവൾക്കുണ്ടായ പെരുദോഷം എന്തൊക്കെയെന്ന് നീ ആലോചിക്കണം. ആ മാഷിൻ്റെ വീട്ടുകാർ കനിഞ്ഞെങ്കിൽ മാത്രം ആ വിവാഹവുമായി മുന്നോട്ട് പോവാം, അല്ലാതെ വേണ്ടാത്ത ആഗ്രഹങ്ങളൊന്നും നിന്റെ മനസ്സിൽ വെച്ചേക്കണ്ട എന്നും ജീവരാജിൻ്റെ അച്ഛൻ അമ്മയോട് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലും നേരെ പോകുന്നത് കോളേജിലോട്ടാണ് മഞ്ചാടി. അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ മുറിച്ചും കൊണ്ടിരിക്കണം. എല്ലാവർക്കും കേക്ക് പങ്കിട്ട് കൊടുക്കുന്നു, കഴിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാ. അങ്ങനെ ഈ സമയം അല്ല മഞ്ചാടി, ഈ കേക്കിലങ്ങ് ഒതുക്കുകയാണോ? ഞങ്ങൾക്ക് ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ഒന്നുമില്ലേ, പാർട്ടി ഒന്നും തരുന്നില്ലേ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ മഞ്ചാടി പറയും, വൈകിട്ട് എന്തായാലും ഉണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ, വൈകിട്ട് തരാം. അങ്ങനെയാണോ? ശരി എന്നും പറഞ്ഞ് അവിടെ നിന്നും പിന്നീട് അവർ മാറി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയമാണ് ആഷിഫ് മുന്നിലോട്ട് വരുന്നത്. അങ്ങനെ മഞ്ചാടിയോട് ജീവരാജ് ഇനി എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ മഞ്ചാടി പറയും, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അപ്പോൾ ആഷിഫ് വന്നിരിക്കുന്നു. അപ്പോൾ ആഷിഫ് ചോദിക്കാൻ, എന്തായി കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് ഇപ്പോഴും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം? അത് കേട്ടോടെ തന്നെ മഞ്ചാടി പറയണേ, ഞാൻ ജീവിതത്തിൽ എനിക്കൊരു പങ്കാളിയെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ജീവരാജാണ്. ജീവരാജ് മതി എൻ്റെ ജീവിതത്തിൽ എന്ന് വെച്ച് എനിക്ക് ഇന്ന് തന്നെ വിവാഹം കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കതിൻ്റെ ഒരു ഉറപ്പ് മാത്രം. അപ്പം മഞ്ചാടി, നിൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛൻ എന്തോ ഒരു സർപ്രൈസ് എനിക്ക് ഒരുക്കി വെക്കുന്നുണ്ട്. ആ സർപ്രൈസ് എന്ത് തന്നെ ആയാലും അതെനിക്ക് നല്ലതാവില്ല, അതെനിക്ക് ഗുണമുള്ളതാവില്ല, അത് ചീത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പങ്കാളിയെ ഞാൻ തിരഞ്ഞെടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഉറപ്പിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഇതിൻ്റെ റിസ്കുകളൊക്കെ നീ പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്ന് ആഷിഫ് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ജീവരാജ് പറയുന്നു, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. മഞ്ചാടി പറയാം, കുറച്ച് റിസ്ക് എടുത്തിട്ടല്ലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലാതെ വെറുതെ അങ്ങ് എല്ലാം കിട്ടുമോ എന്ന് മഞ്ചാടി പറയുന്നു കേട്ടോ. ശരി എങ്കിൽ നിങ്ങൾ വായോ എന്നും പറഞ്ഞ് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോകുന്നു കേട്ടോ. പിന്നീട് അവിടെ ചെന്ന് ഈ പയ്യനെയും ചെക്കനെയും ആ രജിസ്ട്രാർ ഒന്നിങ്ങനെ നോക്കുന്നുണ്ട്. അടിമുടി മഞ്ചാടിയെ നോക്കുന്നു. പക്ഷെ മഞ്ചാടിക്ക് ഒരു കൂസലുമില്ല. മഞ്ചാടി എന്ത് ചെയ്യുന്നു? യാതൊരു കുഴപ്പവുമില്ലാതെ മഞ്ചാടി നിൽക്കുമ്പോൾ ആ രജിസ്ട്രാർ പറയണേ, നിങ്ങളുടെ നോട്ടീസ് ഞാൻ എന്തായാലും ബോർഡിൽ ഒട്ടിക്കാം, എന്നിട്ട് ആർക്കും എതിർപ്പില്ലെന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഈ കല്യാണം ഞാൻ നടത്താനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും 1 മാസത്തേക്ക് ആ നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ടാ. അങ്ങനെ അയാളുടെ കയ്യിൽ ആ നോട്ടീസ് ഇങ്ങനെ കൊടുത്ത് അയാൾ ആ ബോർഡിൽ ഒട്ടിക്കുമ്പോൾ മഞ്ചാടി പ്രത്യേക തരത്തിൽ ജീവരാജ് ഇങ്ങനെ മഞ്ചാടി ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ മഞ്ചാടിയുടെ മുഖത്ത് അത്ര വലിയ പുഞ്ചിരിയില്ല, ഒരു തരം പൂട്ടുന്നത് പോലെ ജീവരാജിനെ ആ ഒരു നോട്ടമാണ് കേട്ടോ മഞ്ചാടി നോക്കുന്നത്. എന്നാൽ ഈ സമയം ആഷിഫ് അയാളോട് പറയുന്നുണ്ട്, അതെ, ഈ ബോർഡ്, ഈ നോട്ടീസ് ആരും തന്നെ കാണാൻ പാടില്ല, അത് കാണാതിരിക്കാനുള്ള വഴികളൊക്കെ നോക്കണം. നിങ്ങൾക്കറിയാലോ ഇതൊരു ഉള്ളേരിയാണ് എങ്കിലും കൂടിയിട്ട്. അപ്പോൾ അയാൾ പറയുന്ന വേറെ കല്യാണം ഇതുപോലെ രജിസ്റ്ററൊക്കെ പറഞ്ഞ് വരും, അപ്പോൾ ആ ഒരു നോട്ടീസ് ഇതിന് മുകളിൽ അങ്ങ് ഒട്ടിച്ച് കാര്യങ്ങൾ ഞങ്ങൾ കഴിച്ചോളാം എന്നൊക്കെ പറയാം. ശരി, ഓക്കെ എന്നും പറയുന്നു കേട്ടോ. പിന്നീട് മഞ്ചാടിയുടെ കൈകൾ ഇങ്ങനെ പതുക്കെ ജീവരാജ് പിടിക്കുമ്പോൾ മഞ്ചാടിക്ക് ചെറിയൊരു പുഞ്ചിരി കേട്ടോ. അങ്ങനെ പിന്നീട് അവർ ബീച്ചിൽ, പാർക്കിൽ, അതുപോലെ സ്കൂട്ടിയിൽ, ബൈക്ക് മേലെ അങ്ങനെയൊക്കെ പോകുന്ന കുറേ രംഗങ്ങൾ അവിടെ ഒരു പാട്ടും സീനുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ ജീവരാജിൻ്റെയും മഞ്ചാടിയുടെയും മുന്നിൽ ആ വിവാഹം കഴിച്ച് കഴുത്തിലൊരു താലിയൊക്കെ ഇട്ട് ഇറങ്ങുന്ന, ആ ഒരു പൂമാലയൊക്കെ ഇട്ട് ഇറങ്ങുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട് കേട്ടോ.